ചില നേരമേ കരയില്ല എന്ന് 1000 വട്ടം വിചാരിക്കും. അറിയാതെ ചില നിമിഷം കരഞ്ഞു പോകും. പക്ഷെ ആ കരച്ചിൽ ആരും കാണാനുണ്ടാവില്ല അല്ലേ? ഒറ്റയ്ക്കൊരു മുറിക്കുള്ളിൽ അല്ലേ, നേരം വെളുക്കുന്നിടം വരെ നമ്മൾ കരഞ്ഞാൽ പോലും ആ കരച്ചിൽ കാണാൻ ആരും ഉണ്ടാവില്ല. ആരും ഉണ്ടാവാതെ ഇരിക്കാൻ കാരണം ആരെന്നറിയോ? നമ്മൾ തന്നെയാണ്. അതെന്താ, എങ്ങനെയാ എന്നല്ലേ? ഭർത്താവ് മരണപ്പെടുകയോ ഭർത്താവ് ഉപേക്ഷിച്ച് പോവുക ചെയ്തു കഴിഞ്ഞാൽ ചില അമ്മമാരുണ്ട്, മക്കൾക്ക് വേണ്ടി ജീവിക്കും. മക്കൾക്ക് വേണ്ടി അവർ വിവാഹം കഴിക്കില്ല. മക്കൾക്ക് വേണ്ടി അവർ എല്ലാം ത്യജിക്കും. മക്കൾക്ക് വേണ്ടി അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ അവർ മൂടി കെട്ടി ചവിട്ടോട്ടിലിടും. വെറും വേസ്റ്റ്. അവരുടെ സ്വപ്നങ്ങളെല്ലാം വേസ്റ്റ്. എന്നിട്ടേ മക്കൾക്ക് വേണ്ടി അങ്ങ് ജീവിക്കും. ഓരോ കഷ്ടപ്പെടുമ്പോഴും അവർ ഓരോ ജോലി ചെയ്യുമ്പോഴും അവർ അധ്വാനിക്കുമ്പോഴും ഒക്കെ എൻ്റെ മക്കൾ, എൻ്റെ മക്കൾ, എൻ്റെ മക്കൾ. ചിലപ്പോഴൊക്കെ മനസ്സിൽ തോന്നാറുണ്ട്, ഒരു സ്നേഹം, അംഗീകാരം, ഒരു ലൈഫ്, ഒരു തലോടൽ, ഒരു സ്വാന്തനം ഒക്കെ നമ്മൾ ആഗ്രഹിക്കും. അന്നേരം ഒക്കെ ഇടയ്ക്കൊരു വിലങ്ങുതടി, മക്കൾ, മക്കൾ എന്ന ചിന്ത. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് മക്കളുടെ ഭാവിക്ക് ദൂഷ്യം ചെയ്യുമോ? അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? അല്ലെങ്കിൽ വീട്ടുകാരെന്ത് പറയും? സമൂഹം എന്ത് പറയും? ഒരു കുന്തവും പറയില്ല. നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ നല്ല പ്രായമെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് വയസ്സായി കഴിയുമ്പോഴേ നിങ്ങളുടെ മക്കളെടുത്തിട്ട് ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടുമ്പോൾ ചിന്തിക്കും, വേണ്ടായിരുന്നു എന്ന്, എനിക്ക് വേണ്ടിയും കൂടി ജീവിക്കണമായിരുന്നു എന്ന്. അത് തോന്നാതിരിക്കാൻ ഈ ഒരു മെസ്സേജ് ലോകത്തിലെ എല്ലാ അമ്മമാർക്കും എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ്. നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കോ പോയ കാലങ്ങൾ. ഇനി മുന്നോട്ട് അധികം ഇല്ല കേട്ടോ. ഇനി സമയം ഒട്ടും കളയണ്ട. നിങ്ങൾക്ക് വേണ്ടി ഇനിയെങ്കിലും ജീവിക്കുക. ലവ് യു ഓൾ.